മോദിക്കെതിരെ ഒളിയമ്പുമായി കുരുക്കിട്ട് രംഗത്തെത്തുകയാണ് RSS. കാരണം RSSന് മോദിയെ ഇനി വേണ്ട. എല്ലാ തോൽവിക്കും കാരണക്കാരനായ ആ അമാനുഷിക പുത്രനെ ഇനിയും വെച്ച് പൊറുപ്പിക്കാൻ RSSന് ആവില്ല. അതുകൊണ്ടാണ് മോദിക്കെതിരെ ഒളിയമ്പുമായിട്ട് സാക്ഷാൽ RSS മേധാവി മോഹൻ ഭാഗവത് രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരത്തിലൊരു ആട്ടിത്തുപ്പി പായിപ്പിക്കൽ എന്ന് പറയുന്നത് മോദി ഒരിക്കലും ചിന്തിച്ചതേ അല്ല. കാരണം മർമ്മത്തിനിട്ട് കൊടുക്കുക എന്ന് കേട്ടിട്ടില്ലേ? അത്തരത്തിലുള്ള ഒരു കൊട്ടാണ് ഇപ്പോൾ RSS മേധാവി മോദിക്കെതിരെ കൊടുക്കുന്നത്. പുരോഗതിക്കും മനുഷ്യന്റെ അത്യാഗ്രഹങ്ങൾക്കും ഒരു അവസാനമില്ലെന്നായിരുന്നു മോഹൻ ഭാഗവത്തിന്റെ ആദ്യ പ്രതികരണം. പുരോഗതിക്ക് എന്നെങ്കിലും ഒരു അവസാനം ഉണ്ടാകുമോ? വികസനവും അത്തരത്തിലൊന്നാണ്. നാം ലക്ഷ്യം നേടിക്കഴിഞ്ഞാലും കുറച്ചുകൂടി മുന്നോട്ട് പോകാനുണ്ടെന്ന് നമുക്ക് തോന്നും. മനുഷ്യർ അമാനുഷികരാവാൻ ആഗ്രഹിക്കും. കൃത്യം മോദിക്കിട്ടൊരു കൊട്ട. സിനിമകളിൽ കാണുന്നത് പോലെ അമാനുഷിക ശക്തി വേണമെന്നായിരിക്കും ഇത്തരക്കാരുടെ ആഗ്രഹം എന്നാണ് പറയുന്നത്. അമാനുഷികനായാലും മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് അവസാനം ഉണ്ടാകില്ല. പിന്നീട് അവൻ ദേവനാകാൻ ആഗ്രഹിക്കും. അതിനുശേഷം ഭഗവാനാകണമെന്നായിരിക്കും ചിലരുടെ ആഗ്രഹം. അതായത് തീർത്തും മോദിയെ ഉദ്ദേശിച്ച് മാത്രമാണെന്ന് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു പരോക്ഷ വിമർശനം. അതാണ് ഒളിയമ്പ് എന്ന് പറഞ്ഞത്. കൃത്യമായി മോദിക്കിട്ട് കൊടുത്തത് ലോകസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ്. മോദി നടത്തിയ പ്രസ്താവനയാണ് ഇവിടെ ആയുധമാക്കിയത്. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരെ പോലെ ജനിച്ച ആളാണെന്ന് ഞാനും കരുതിയിരുന്നു. അമ്മയുടെ നിര്യാണത്തിന് ശേഷം എൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈശ്വരൻ എന്നെ അയച്ചതാണെന്ന് എനിക്ക് ബോധ്യമായി എന്നാണ് മോദിയുടെ പ്രസ്താവന വന്നത്. ആ പ്രസ്താവനയെ കീറി മുറിച്ചതാണ് RSS മേധാവി മോഹൻ ഭാഗവത്. ജാർഖണ്ഡിൽ വികാസ് ഭാരതി എന്ന സംഘടന നടത്തിയ പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഭഗവതിന്റെ പ്രതികരണം. ഇതിനു മുൻപും നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ മോശം പ്രകടനത്തിന് പിന്നാലെയും മോഹൻ ഭാഗവത് പരോക്ഷ വിമർശനവുമായി ഇതുപോലെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. യഥാർത്ഥ സേവകന് അഹങ്കാരം ഉണ്ടാകാൻ പാടില്ലെന്നും ആരെയും വേദനിപ്പിക്കാതെ പ്രവർത്തിക്കണമെന്നുമാണ് അന്ന് പറഞ്ഞത്. മോദിക്കെതിരെയായിരുന്നു ആ വിമർശനവും എന്ന തരത്തിൽ ചർച്ചകളും ഏറെ വ്യാപകമായിരുന്നു. ഇങ്ങനെ അടിക്കടി മോദിക്കെതിരെ RSS രംഗത്തെത്തുമ്പോൾ കോൺഗ്രസിന്റെ വിമർശനങ്ങൾക്ക് ബലം കൂടുക തന്നെയാണ് ചെയ്യുന്നത്.